കെ.എസ്.യുവിന്റെ അഭിപ്രായം എന്താണ്? വി ഡി സതീശന്റെ നിലപാടുകളോട്, കോൺഗ്രസിന്റെ നിലപാടുകളോട് കെ.എസ്.യു യോജിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഈ വിദേശ സർവകലാശാലകളെ സംബന്ധിച്ചും സ്വകാര്യ സർവകലാശാല ബില്ലിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായ നിലപാട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത് വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസ നിലവാരവും നമ്മുടെ നാട്ടിലെ പൊതുവായ സാഹചര്യവും ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് എങ്കിൽ അത് നേരത്തെ UDF ഗവൺമെന്റ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചപ്പോഴും ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഇവർ ഈ പറയുന്നവർ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ നിലപാട് എന്നുള്ള രീതിയിലല്ല. ഇപ്പൊ CPM സംബന്ധിച്ച് 10 വർഷം കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഷയാണ്. അതെ, അത് ഗോവിന്ദൻ മാഷ് അതിനെ ഇന്ന് കുറച്ചും കൂടെ വക്രീകരിച്ച് പറഞ്ഞു. പാർട്ടിയുടെ ഒരു പൊതു നയമായിരിക്കണമല്ലോ. ഇവരിപ്പോ പറയുന്ന ഗോവിന്ദൻ മാഷ് ആണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ഈ പറഞ്ഞ ഷിജു ഖാൻ ആണെങ്കിലും പറയുന്നത് ഈ പറഞ്ഞ ജനങ്ങൾക്ക് പോകട്ടെ, സ്വന്തം മുന്നണിയിൽപ്പെട്ട ആളുകൾക്കെങ്കിലും മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ഒന്ന് ശ്രമിക്കണം. ഇത് ഒരു തരത്തിലുള്ള വ്യക്തതയും ഇത് സംബന്ധിച്ച് സർക്കാരിനും CPM-നും ഇല്ല. ഗോവിന്ദൻ മാഷ് എന്താ ഇന്ന് പറയുന്നത്? ഇപ്പൊ നടപ്പിലാക്കുന്നത് LDF-ന്റെ നയമല്ല, മറിച്ച് അത് സർക്കാരിന്റെ തീരുമാനമാണെന്നാണ്. സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ കാര്യങ്ങളിലും LDF-ന് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ഇവർ തയ്യാറാവേണ്ടേ? ഒരു വശത്ത് ഇവർ പറയുകയാണ് ഞങ്ങൾ അന്നെടുത്ത നിലപാട് തെറ്റാണ്, അത് കാലോചിതമായി ഞങ്ങളത് അതിൽ മാറ്റം വരുത്തി, ഞങ്ങൾ ആ നിലപാട് തിരുത്തി മുന്നോട്ട് പോകുന്നു എന്ന് പറയാനുള്ളൊരു ആർജവമെങ്കിലും കുറഞ്ഞ പക്ഷം ഇവർ കാണിക്കണ്ടേ? ഇവരുടെ അതിനുള്ള ധാർമ്മികതയും അതിൽ ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ ഒരു വശം. അതുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ പലതവണ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിലപാട് എന്തായിരുന്നു, കാലങ്ങളിൽ അവർ സ്വീകരിച്ച നടപടികൾ എന്തായിരുന്നു, ഇവർ ഉയർത്തിയ സമരങ്ങൾ എന്തായിരുന്നു, ഇവർ കൊടിപിടിച്ച വിഷയങ്ങൾ എന്തായിരുന്നു, ഇതേ പറഞ്ഞ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ UDF ഗവൺമെന്റ് മുൻകൈയെടുത്ത് അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും ചർച്ചകളും മുന്നോട്ട് വെച്ചപ്പോൾ ഒരു ചർച്ചക്കുള്ള വേദി പോലും ഒരുക്കാതെ ഈ പറഞ്ഞ TP ശ്രീനിവാസന്റെ മുഖത്തടിച്ച് അതിനെ ചവിട്ടി പുറത്താക്കാൻ തീരുമാനമെടുത്ത ആളുകളാണ് ഇന്നിപ്പോൾ അതിനുവേണ്ടി ശബ്ദിക്കേണ്ടി വരുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അക്കാര്യത്തിൽ നിലപാടുണ്ട്. ഞങ്ങൾ ഈ ഇതിനെ പൂർണ്ണമായും തള്ളിയിട്ടില്ല. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലക്ക് ആവശ്യമാണെന്ന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വി ഡി സതീശൻ പറയുന്നത് ഇത് കേരളത്തിന്റെ സർവകലാശാലകളെ അടക്കം വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ്. അതുണ്ട്, അത് തന്നെയാണല്ലോ പ്രതിപക്ഷം അത് വളരെ കൃത്യമായി ആ ബില്ലിലെ പോരായ്മകൾ ഉൾപ്പെടെ എടുത്തുകാട്ടി ചൂണ്ടിക്കാണിച്ചല്ലോ. ഏത് സാഹചര്യത്തിലാണ് CPM ഇങ്ങനെ ഒരു നയം മാറ്റവുമായി സർക്കാർ മുന്നോട്ട് വരുന്നതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലെ പൊതു സർവകലാശാലകളുടെ അന്തരീക്ഷം എന്താണ്? ഇന്നിപ്പോ ഇവിടെ പഠിക്കാൻ തന്നെ കുട്ടികളില്ല. എന്തുകൊണ്ടാ? ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ മറ്റ് രാജ്യങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്ന ഒരു ചോദ്യം, അതിനെക്കുറിച്ച് പോലും ഒരു പഠനം നടത്താതെ അവരിപ്പോ ജോലി ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ എന്ത് കണ്ടിട്ടാണ് സർക്കാർ ഇങ്ങനെ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകും? ബില്ലിലെ വ്യവസ്ഥകൾ കേട്ടാൽ അത് പുറത്തു വന്നാൽ ഒരുപക്ഷെ ഇവർ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പ്രകടമാകുന്ന രീതിയിലേക്കാണ്. ഒരുപക്ഷെ ഈ സ്വകാര്യ സർവകലാശാലയും വിദേശ സർവകലാശാലയും സ്വാഗതം ചെയ്യുന്നതിന്റെ പേരിൽ ഈ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കച്ചവട താല്പര്യം മുൻനിർത്തിയിട്ടുള്ള ഒരു സമീപനത്തെ അംഗീകരിച്ചു പോകാനും ഇനി എന്ത് മുൻ നിലപാടിന്റെ പേരിലായാലും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അത് വളരെ പ്രകടമാണ്. ഇവർ ഈ പറഞ്ഞ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഷിജു ഖാൻ തന്നെ ഇവിടെ പറഞ്ഞു, സാഹചര്യവശാൽ എന്നാണ്, സവിശേഷമായ സാഹചര്യത്തിൽ, അത് കേന്ദ്ര ഗവൺമെന്റ് ഇതൊക്കെ നടപ്പിലാക്കാൻ പോവാണ് എന്നാൽ പിന്നെ ഞങ്ങളും അങ്ങ് അതിന്റെ ഭാഗമാകുകയാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ധ്വനി അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ഉണ്ടായി. എങ്ങനെയാണ് അങ്ങനെ ഇത് ന്യായീകരിക്കാൻ കഴിയുക? ഒരു വ്യക്തത ഈ പറഞ്ഞ CPM നേതാക്കൾക്ക് പോലും വ്യക്തതയില്ല. കഴിഞ്ഞ ഈ തീരുമാനം ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ഘട്ടത്തിലാണ് SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് SFIക്ക് ഈ വിഷയത്തിൽ ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആശങ്ക ഇവർ പരിഹരിച്ചത്? അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് ക്യാബിനറ്റ് തീരുമാനവും ഇന്നിപ്പോ ബില്ല് നിയമസഭയിൽ വരുന്നതിനിടയിൽ SFIക്കുള്ള ആശങ്ക എങ്ങനെയാണ് ഇവർ മാറ്റിയത്? എന്ത് ആശങ്കയാണ് SFI മുന്നോട്ട് വെച്ചത്? അതിലെങ്ങനെ ഇവർ പരിഹാരം കണ്ടെത്തി? അതൊന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ പക്ഷെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ, ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിലോ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഭാഷയിലോ അല്ല, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു നിലപാടെടുക്കാൻ വേണ്ടി കഴിയുമോ? ഇതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ ആളുകളെയും ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ രാഷ്ട്രീയപരമായി കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി മുടന്തൻ ന്യായങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഒരു സമീപനം ഈ വിഷയത്തിൽ അന്നും ഇടതുപക്ഷത്തിനില്ല, CPM-നില്ല, ഇന്നുമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശരി.